ഹലോ, കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പ് മേടിച്ച് വെച്ചിട്ട് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി ഇരിക്കണു. പക്ഷേ എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ വീഡിയോ എടുത്തരാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ കണ്ണമ്മോൻ ലീവാണ്, സ്കൂളിൽ പോയിട്ടില്ല. കൈവേദന പറഞ്ഞിട്ട് പോകാണ്ടിരുന്നതാണ്. പക്ഷേ സ്കൂൾ വണ്ടി പോയപ്പോൾ അവൻ്റെ കൈവേദനയൊക്കെ മാറി. അപ്പോൾ കണ്ണമ്മോനെ കൊണ്ടായിട്ട് വീഡിയോ എടുപ്പിക്കുന്നത്. മീഷോന്നാണ് ഫ്യൂസിൻ ടാപ്പ് മേടിച്ചത്. 125 രൂപയാണ്. 2 റോള് ഫ്യൂസിങ് ടാപ്പും കുറച്ച് സേഫ്റ്റി പിന്നും പിന്നെ ഒരു നീഡിൽ ത്രെഡറാണ് കേട്ടോ പാക്കറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഈ നീഡിൽ ത്രെഡർ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. കാരണം നമുക്ക് സൂചിയിൽ നൂല് കയറ്റാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടൈലറിംഗ് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് കാണാം. ഞാൻ ആമിക്കുട്ടിയുടെ ഒരു കീറിപ്പോയ ടോപ്പിലേക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഫ്യൂസിങ് ടാപ്പ് മേടിച്ചത്. പക്ഷെ അതിലല്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ ഒരു ചെറിയൊരു പീസ് ഇതാ കട്ടായിട്ടുള്ള ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ കട്ടായിട്ടുള്ള അത്ര നീളമുള്ള ഒരു ഫ്യൂസിങ് ടാപ്പ് വെക്കുക. അതിൻ്റെ മുകളിൽ സെയിം കളറുള്ള ഒരു ക്ലോത്ത് കൂടി വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. നല്ല ബലത്തിൽ അയൺ ചെയ്യണം. മെല്ലെ അയൺ ചെയ്താലൊന്നും പറ്റില്ല. നല്ല ബലത്തിൽ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ചൂട് വേണം അയൺ ബോക്സ്. എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഈ ലൈറ്റ് വെയിറ്റ് അയൺ ബോക്സ് കൊണ്ട് എൻ്റെ കുറേ ഡ്രസ്സൊക്കെ ഉരുകി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് വെള്ളോട്ടേക്കൊക്കെ പോകുമ്പോൾ സ്പീഡിൽ ചെയ്യണോണ്ടോ എന്നൊക്കെ അറിയില്ല, കുറച്ച് ചൂട് കൂടി അപ്പോൾ തുണി പിടിക്കും, എന്നിട്ട് ഉരുകി പോയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഈ ലൈറ്റ് വെയിറ്റ് അയൺ ബോക്സ് കൊണ്ട് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇതാ അപ്പം നമ്മുടെ അയൺ ഷീലൊക്കെ കഴിഞ്ഞു. ഇതേ ഇപ്പം കട്ടായ ഭാഗമൊന്നും കാണുന്നില്ല കേട്ടാ. അപ്പോൾ ബാക്കിൽ വെക്കുന്ന ക്ലോത്ത് സെയിം കളർ ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് കാണും വേറെ കളറാണെങ്കിലേ. പെട്ടെന്നൊക്കെ ഉള്ള ഒരു ഉപയോഗത്തിന് നല്ലതാണ്. കാരണം ഇത് അധികമൊന്നും ഈട് നിൽക്കില്ല. നമ്മൾ നല്ലൊരു ബലത്തിലൊക്കെ വലിച്ചാൽ അത് പറഞ്ഞു പോരും കേട്ടാ. അതുപോലെ തന്നെ വലിയ കീറലുകളാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ചെറിയ ചെറിയ കട്ടുകളും ചെറിയ ചെറിയ ഹോളൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇനി ഫ്യൂസിങ് ടാപ്പിന് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഉപയോഗമുള്ള സംഭവമാണ് ഈ ഫ്യൂസിങ് ടാപ്പ്. ഞാൻ അത്യാവശ്യം എൻ്റെ ടോപ്പുകളും ആമയുടെ പട്ടുപാടുകളും ഒക്കെ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. ഇത് എൻ്റെ ഒരു ടോപ്പിന് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചതാട്ടാ. അപ്പോൾ സ്ലീവിൻ്റെ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യണത് പകരം നമുക്ക് ഈ ഫ്യൂസിങ് ടാപ്പ് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നാട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ. സ്ലീവിൻ്റെ ഏറ്റവും അറ്റത്ത് ആ ഫ്യൂസിങ് ടാപ്പ് ആ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മടക്കിയിട്ട് അയൺ ബോക്സ് നല്ല ചൂടാക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ചുരിദാറിൻ്റെ പാൻസ് മടക്കി സ്റ്റിച്ച് ചെയ്യണ പകരം നമുക്ക് ഈ ഫ്യൂസിങ് ടാപ്പ് ഉപയോഗിക്കാം. അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ബലം ഉറപ്പ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്നാണ് പറയുക. കാരണം ഇത് ഒന്ന് ശക്തിയിൽ വലിച്ച ഇത് പറഞ്ഞു പോരുന്നുണ്ട്. എന്നാലും കുറച്ചൊരു പെട്ടെന്നുള്ളൊരു ഉപയോഗത്തിനൊക്കെ നല്ലൊരു കാര്യമാണ് ഫ്യൂസിങ് ടാപ്പ്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോസിനൊക്കെ ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മൾ ഈ അവസാന ഭാഗം വരെ ഇതാ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഹീറ്റിൽ അയൺ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇതാ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആ ക്ലോത്തിൽ കാണുന്ന വെള്ളത്തിൻ്റെ കളറ് ഞാൻ അയൺ ബോക്സിൻ്റെ ഉള്ളിൽ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അയൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിന് ഒറ്റി വീടുണ്ട് അതാട്ടോ അത്. അപ്പോൾ അത് നമ്മുടെ പരിപാടി ഫുള്ള് കഴിഞ്ഞു. ഇപ്പോൾ ചെറിയൊരു രീതിയിൽ അത് വലിക്കുമ്പോൾ ഒന്നും പോരുന്നില്ല. പിന്നെ നല്ല ശക്തി ഉപയോഗിച്ച് വലിച്ചാൽ പോരും. എന്നാലും നമുക്ക് പെട്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ നല്ലതാണ്. ഒരു ചെറിയ കട്ടുകളും ചെറിയ ഹോളുകളും പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർക്കും അത്യാവശ്യം ഒരു ഉപകാരമുള്ളൊരു സംഭവമാണ് ഫ്യൂസിങ് ടാപ്പ്. പിന്നെ നമ്മൾ അധികം വില കൊടുക്കണമൊന്നുമില്ല. 125 രൂപയുള്ള 2 റോൾ ഫ്യൂസിങ് ടാപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ സൂചി കിട്ടുന്നുണ്ട്, നീഡിൽ ത്രെഡർ കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ആ പൈസയ്ക്ക് അത് വെർത്താണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.